السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ പ്രഭാഷണത്തിൽ തുടങ്ങിവെച്ചത്. അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനങ്ങൾ ഓരോന്നും എന്താണ് നമുക്ക് നൽകുന്ന ഗുണം എന്നത് നമ്മൾ അന്ന് വിശദീകരിക്കുകയുണ്ടായി. ഓരോ പ്രവചനങ്ങളും പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ ഈമാനിനത് ദാർഢ്യത പ്രദാനം ചെയ്യുകയാണ്. അവിടുന്ന് വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ദീന് കാര്യങ്ങൾ അവിടുന്ന് പറയാറില്ല എന്ന നമ്മുടെ അടിയുറച്ച വിശ്വാസം അത് കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രൂപത്തിലുള്ള പ്രവചനങ്ങളും ഈ ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ഖിയാമത്ത് നാൾ വരേക്കും സംഭവിക്കാനിരിക്കുന്ന ഒട്ടേറെ പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ, നാശങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുദീർഘമായ അവിടുത്തെ ഒരു പ്രഭാഷണത്തിൽ നീണ്ട നേരം അവിടുന്ന് സംസാരിക്കുകയുണ്ടായി എന്നാണ് അതിന് ദൃക്സാക്ഷികളായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഫജ്ർ നമസ്കാരത്തിന് ശേഷം അങ്ങ് മിമ്പറിൽ കയറി. ദീർഘമായ സംസാരം അത് ളുഹറോളമെത്തി. ളുഹർ നമസ്കരിക്കാൻ താഴെ ഇറങ്ങി, വീണ്ടും മിമ്പറിൽ കയറി, അത് അസറോളമെത്തി. അസർ നമസ്കരിക്കാൻ താഴെ ഇറങ്ങി, വീണ്ടും പ്രഭാഷണം മഗ്രിബ് വരെ തുടർന്ന ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒരു പ്രഭാഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അത്യത്ഭുതകരമായ പ്രഭാഷണം. സഹാബാ കിറാം അതിന് സാക്ഷികളാവുകയുണ്ടായി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ
ഖിയാമത്ത് നാൾ വരുന്നതിന്റെ മുമ്പേ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ, നാശങ്ങൾ, കുഴപ്പങ്ങൾ, യുദ്ധങ്ങൾ, കലഹങ്ങൾ, അത് സംബന്ധമായി ഒട്ടേറെ അവിടുന്ന് പറയുകയുണ്ടായി. പല സഹാബിമാരും അത് മനഃപ്പാഠമാക്കി വെച്ചു. പലരും അത് ലോകത്തിന്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ പറയാൻ നിന്നാൽ നമുക്കൊരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഒരുപാട് അവിടുന്ന് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളായിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകിയത്. മാത്രമല്ല, സഹാബാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഫിത്നകളെക്കുറിച്ച്, നാശങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുൻതു അസ്അലുഹു അനിശ് ശർരി മഖാഫത അൻ യുദ്രികനി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തത് കാണാം. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി അദ്ദേഹം പറയുകയാണ്, കാനന്നാസു ജനങ്ങളൊക്കെ അധികവും യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, അല്ലാഹുവിന്റെ റസൂലിനോട് പലരും ഖൈറിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. ഖൈറായ കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു പലപ്പോഴും ചോദിച്ചിരുന്നത്. വകുൻതു, എന്റെ പതിവെന്താണ്, ഞാനായിരുന്നു അസ്അലുഹു അനിശ് ശർരി, വരാൻ പോകുന്ന ഷർറിനെ കുറിച്ചായിരുന്നു എന്റെ ചോദ്യങ്ങൾ അധികവും. മഖാഫത അൻ യുദ്രികനി, എനിക്കാ ഷർറ് ബാധിക്കുമോ എന്ന പേടിയുള്ളതുകൊണ്ട്, എനിക്കാ ഷർറ് വന്നുപെടുമോ എന്ന ഭയമുള്ളതുകൊണ്ട് അതിൽ പെടാതിരിക്കാൻ ഞാനധികവും ചോദിക്കാറുണ്ടായിരുന്നത് വരാൻ പോകുന്ന ഷർറുകളെ സംബന്ധിച്ചായിരുന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്ന നാശങ്ങളെ സംബന്ധിച്ച്, ഫിത്നകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, എത്രത്തോളം ഗൗരവമുള്ള ഫിത്നകളാണ് വരാനിരിക്കുന്നത്. പല കുഴപ്പങ്ങളും വരുന്ന കാലത്ത് അത് മനുഷ്യനെ അവന്റെ ആദർശത്തിൽ നിന്ന് തെറിപ്പിക്കുന്നു. അവന്റെ ആദർശത്തെ അവൻ കൈയൊഴിക്കുന്ന കാലഘട്ടം വരും. ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി കുഫറിലേക്ക് മനുഷ്യൻ പോകുന്ന അത്രത്തോളം ഫിത്നകൾ അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന്റെ മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്തോളണം, നല്ല കർമ്മങ്ങളിൽ ആവേശം കാണിച്ചോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബാദിറൂ ബിൽ അമാലി ഫിതനാ കഖിതഇൽ ലൈലിൽ മുദ്ലിമി യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബാദിറൂ ബിൽ അമാലി, സത്യവിശ്വാസികളോടതാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാം എല്ലാവരും ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ടുന്ന വചനമാണ്. ബാദിറൂ, നിങ്ങൾ ധൃതി കാണിക്കണേ, നിങ്ങൾ പെട്ടെന്ന് മുന്നേറണേ, ബിൽ അമാൽ, സൽക്കർമ്മങ്ങൾ കൊണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കിട്ടിയാൽ പിന്നേക്ക് ബാക്കി വെക്കരുത്. സൽക്കർമ്മങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ പിന്നെ അത് നീട്ടിവെക്കരുത്. സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറണേ. കാരണം ചില ഫിത്നകൾ വരാനിരിക്കുന്നുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ധാരാളം ഫിത്നകളും നാശങ്ങളും കുഴപ്പങ്ങളും പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ഏതുപോലെ? കഖിതഇൽ ലൈലിൽ മുദ്ലിമി, ഇരുളാർന്ന രാത്രിയുടെ ഒരു കഷ്ണം പോലെ, അഥവാ അത്രയും അന്ധകാരം നിറഞ്ഞ് ഇരുട്ട് നിറഞ്ഞ് കൂരിരുട്ടിന്റെ ഒരു കഷണം പോലെയുള്ള ആ രൂപത്തിൽ കറുത്ത അന്ധകാര നിബിഡമായ പരീക്ഷണങ്ങളാണ് ലോകത്ത് വരുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഒരു മാലയിൽ കോർത്തിണക്കിയ കണ്ണികൾ അതിന്റെ കയറച്ചാൽ തുടരെ ഇങ്ങനെ താഴേക്ക് ഉതിർന്നു വീഴും പോലെ ഫിത്നകൾ ലോകത്ത് വർദ്ധിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ കാലഘട്ടം എത്തുമ്പോ യുസ്ബിഹു റജുലു മുഅ്മിനാ വയുംസി കാഫിറാ, രാവിലെ ഒരു മനുഷ്യൻ മുഅ്മിനായിരിക്കും,
യുസ്ബിഹു റജുലു, ഒരു മനുഷ്യനതാ പ്രഭാതത്തിൽ മുഅ്മിനാണ്, അതേ വയുംസി കാഫിറാ, വൈകുന്നേരമായപ്പോഴേക്ക് അവൻ കാഫിറായി പോയി. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകിയപ്പോഴേക്ക് കാഫിറായി. വയുംസി മുഅ്മിനാ, വൈകുന്നേരത്തെ മുഅ്മിനായി ജീവിച്ച മനുഷ്യനതാ പിറ്റേന്ന് നേരം പുലർന്ന് പ്രഭാതമായപ്പോഴേക്ക് വയുസ്ബിഹു കാഫിറോ, അവൻ കാഫിറായി പോയി. എന്താ കാരണം? യബീഉ ദീനഹു, അവൻ തന്റെ ആദർശത്തെ വിൽപ്പന നടത്തും. മുസ്ലിം അവന്റെ ആദർശത്തെ വിൽക്കുകയാണ്, മുഅ്മിൻ അവന്റെ ദീനിനെ വിൽക്കുകയാണ്. ബിഅർദിൻ മിനദ് ദുനിയാ, ദുനിയാവിന്റെ ഈ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ വിഭവങ്ങൾക്ക് വേണ്ടി, അഥവാ പണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ഈ ലോകത്തെ സ്വാധീനത്തിന് വേണ്ടി, ഇവിടെയുള്ള അധികാരത്തിന് വേണ്ടി, ഇവിടെയുള്ള പണത്തിനും സൗകര്യങ്ങൾക്കും അതുപോലെയുള്ള സജ്ജീകരണങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടതാ ദുനിയാവിന്റെ താഴ്ന്ന രൂപത്തിലുള്ള ചരക്കുകൾ കൊടുത്തിട്ട് അവനവന്റെ ദീന് വിൽപ്പന നടത്തുന്നു, ആദർശത്തെ അവൻ വിൽക്കുന്നു. ഈ ഫിത്ന ലോകത്ത് വരാൻ പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടുന്ന അവസ്ഥയാണിത്. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമായപ്പോഴേക്ക് കാഫിറാവുകയാണ്. വൈകുന്നേരത്തെ മുഅ്മിൻ രാവിലെയാകുമ്പോഴേക്ക് കാഫിറാവുകയാണ്. കാരണം എന്താണ്? ഇസ്ലാമിനെ സംബന്ധിച്ച് ബോധമില്ല, അതിന്റെ വിശ്വാസ കാര്യത്തെ സംബന്ധിച്ചവൻ ദൃഢവാനല്ല, അതിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കണിശമായി അത് വെച്ച് പുലർത്തേണ്ടുന്ന ആ ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം അവന്റെ ഖൽബിൽ നിന്ന് പോയി അവന്റെ ഖൽബ് ദുനിയാവിലേക്ക് ചാഞ്ഞുപോകുന്നു. അവന്റെ കണ്ണതാ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളിലേക്ക് കണ്ടുകൊണ്ട് അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുമ്പോ ഇതൊക്കെയല്ലേ വേണ്ടതെന്ന ചിന്താഗതിയോടുകൂടി ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്നു. അങ്ങനെ ഈമാനിന് പകരം അവൻ കുഫറിനെ വിലക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടം വരുന്നതിന്റെ മുമ്പ് സൽക്കർമ്മങ്ങൾ കൊണ്ട് അവനവന്റെ ദീനിനെ കാത്തു സൂക്ഷിച്ച് പരലോകത്തേക്ക് വേണ്ടത് ധൃതി കൂട്ടി ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ എത്ര ഗൗരവതരമായ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. ചില ഗൗരവതരമായ കാര്യങ്ങള്, കുഴപ്പങ്ങൾ പുറപ്പെടുന്ന സ്ഥലങ്ങളെപ്പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വരാൻ പോകുന്ന നാശങ്ങൾ എവിടെ നിന്ന് ഏത് ഭാഗത്ത് നിന്ന് പുറപ്പെടും എന്ന് വരെ പ്രവചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു വഹുവ അലൽ മിൻബരി അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ യുശീറു ഇലൽ മശ്രിഖി മിൻ ഹൈസു യത്ലുഉ ഖർനു ശൈത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ മദീനയിലെ പള്ളിയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട്, മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് മദീനത്ത് നിന്നതാ മശ്രിഖിന്റെ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. കിഴക്ക് ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ, അറിഞ്ഞോളണം മുസ്ലിമീങ്ങളെ, അറിഞ്ഞോളണം സഹാബിമാരെ, ഇന്നൽ ഫിത്ന തഹാഹുനാ, അവിടെ നിന്നാണ് കുഴപ്പം, അവിടെ നിന്നാണ് ഫിത്ന, അവിടെ നിന്നാണ് ഫസാദ് പുറപ്പെടുക. ഹൈസു യത്ലു മിൻ ഹൈസു യത്ലു ഖർനു ശൈത്താൻ, ശൈത്താന്റെ കൊമ്പ് അവിടെ നിന്നാണ് വെളിവാകുന്നത്, അവിടെ നിന്നാണ് ശൈത്താൻ അവന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം 3 തവണ അവിടുന്ന് മശ്രിഖിന്റെ ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് 3 തവണ അവിടുന്ന് പറയുകയാണ്, ഹാഹുനാ ഇന്നൽ ഫിത്നത ഹാഹുനാ, ഇന്നൽ ഫിത്നത ഹാഹുനാ, ഇവിടെ നിന്നാണ് ഫിത്ന, ഇവിടെ നിന്നാണ് ഫിത്ന, ഇവിടെ നിന്നാണ് ഫിത്ന എന്ന് മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ നിന്നുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അതിന് ദൃക്സാക്ഷികളായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നു.
ഈ ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ വിശദീകരിക്കുന്ന മധ്യേ മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, വഅവ്വലുൽ ഫിതനി കാന മിൻ ഖിബലിൽ മശ്രിഖി. അതാ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം ഉണ്ടായ ഒന്നാമത്തെ ഫിത്നയുടെ ഉത്ഭവം അത് കിഴക്ക് ഭാഗത്തു നിന്നായിരുന്നു. ഫകാന ദാലിക, അങ്ങനെ ആ കുഴപ്പമായി തീർന്നു. സബബൻ ലിൽ ഫിർഖത്തി ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലക്ക് അവർ തമ്മിൽ ചേരിതിരിയാനുള്ള കാരണമായ ഫിത്ന ഉത്ഭവിച്ചത് കിഴക്ക് ഭാഗത്ത് നിന്നാണ്. അത് ശൈത്താന് ഇഷ്ടപ്പെടുന്ന സംഗതിയല്ലേ? അത് ശൈത്താന് വളരെ സന്തുഷ്ടനാക്കുന്ന കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടി എന്ന് പറഞ്ഞാൽ എവിടെയാണ് മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള സ്ഥലം? ഇറാഖിന്റെ പ്രദേശമാണ്, ഇറാഖ് നിൽക്കുന്ന സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫിത്നകളുടെ പുറപ്പാട് അവിടെ നിന്ന് തന്നെ. സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതാ പ്രവചിച്ചത് മുഴുവനും പുലർന്നു കഴിഞ്ഞു. ഫിത്നകളുടെ തുടക്കം അങ്ങനെ തന്നെയായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് ഫിത്നകൾ ഉണ്ടായത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിൽ നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കിയിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള കലാപകാരികളുടെ പുറപ്പാടുണ്ടായത് അവിടെ നിന്നാണ്. അങ്ങനെ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നിടം വരെ ചെന്നെത്തുകയുണ്ടായി. മാത്രമല്ല, മുസ്ലിം സമുദായത്തിൽ കക്ഷിവഴക്കുകൾ ഉണ്ടാക്കിയ വിശ്വാസരംഗത്തും ആചാരരംഗത്തും സാംസ്കാരിക രംഗത്തും ഒട്ടേറെ മോശത്തരങ്ങൾ ഉണ്ടാക്കിയ പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജ് എന്ന് പറയുന്ന മുബ്തദീകൾ കക്ഷികൾ, ഷിയാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ, റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ, ബാത്തിനിയാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ, ഖദരിയാക്കൾ, ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ അവൻ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന കക്ഷികൾ, റബ്ബ് സുബ്ഹാനഹു വ തആല അതാ എല്ലാ ദിവസവും അവൻ അനുയോജ്യമായ നിലക്ക് അതാ നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ഹദീസിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ജഹ്മിയ്യത്ത് പോലെയുള്ള കക്ഷികൾ, മുഅ്തസിലത്ത് പോലെയുള്ള കക്ഷികൾ, ഈ രൂപത്തിലുള്ള ഫിത്നയും ഫസാദും വിശ്വാസരംഗത്തും ആചാരരംഗത്തുമൊക്കെ ഉണ്ടാക്കി തീർത്ത സർവ്വ കക്ഷികളുടെയും പുറപ്പാട്, ഇതിൽ അധിക കക്ഷികളുടെയും പുറപ്പാട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച അതേ മശ്രിഖിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവിടെ നിന്നാണ് ഉണ്ടായത്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്? ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കൃത്യമായി അന്ത്യനാളിന്റെ ഒരു അടയാളമായി കൊണ്ടൊരു കാര്യം പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ തഖൂമുസ് സഅ ഹത്താ തഖ്തതില ഫിഅതാനി അളീമതാനി മിനൽ മുസ്ലിമീൻ فتكون بينهما مقتلة عظيمة ودعواهما واحدة. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ തഖൂമുസ് സഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, അന്ത്യനാൾ നിലവിൽ വരുന്നതല്ല, ഹത്താ തഖ്തതില, യുദ്ധം ചെയ്യുന്നത് വരെ, ഫിഅതാനി അളീമതാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട രണ്ട് വമ്പൻ ശക്തികൾ, ഫിഅതാനി രണ്ട് സംഘങ്ങൾ, അളീമതാനി വലിയ സംഘങ്ങൾ, മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ തന്നെ പെട്ടിട്ടുള്ള രണ്ട് വലിയ ശക്തികൾ, അവര് പരസ്പരം പോരാടും. ഫതകൂനു ബൈനഹുമാ മഖ്തലത്തുൻ അളീമ, വമ്പിച്ച യുദ്ധം അവർക്കിടയിൽ ഉണ്ടാകുന്നതാണ്. എന്നാലോ അവർ വ്യത്യസ്ത ആദർശക്കാരാണോ? അല്ലല്ലോ. വദഅവാഹുമാ വാഹിദ, രണ്ട് കൂട്ടർക്കും അവകാശപ്പെടാനുള്ളത് ഒന്ന് തന്നെ. ഒരേ കാര്യത്തെ ആവശ്യപ്പെടുന്ന, ഒരേ കാര്യത്തിന് വേണ്ടി വാദിക്കുന്ന മുസ്ലിമീങ്ങളിൽ തന്നെ
രണ്ട് പ്രബല കക്ഷികളായി മാറിക്കൊണ്ട് അവരെ പോരടിക്കുന്ന കാലഘട്ടം വരുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ലേ? ആ പ്രവചനമതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷമതാ ഒരു 10-25 കൊല്ലം കഴിയുമ്പോഴേക്ക്, ഒരു 10-24 കൊല്ലം കഴിയുമ്പോഴേക്ക് തന്നെ അത് സംഭവിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധം അതായിരുന്നു അതിന്റെ തുടക്കം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം വരാനുണ്ട് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുമ്പേ സൂചിപ്പിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി ഒരു സംഭവം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരിക്കൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനയുടെ ഒരു തോട്ടത്തിലേക്ക് ഒരൽപ്പം ദൂരപ്രദേശത്തേക്ക് അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോവുകയാണ്. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പുറത്ത് കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിനപ്പുറത്താണ്, ആ തോട്ടത്തിനകത്താണ്, അതിന്റെ വാതിൽക്കലാണ് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പുറത്തേക്ക് വരട്ടെ എന്ന നിലയ്ക്ക് കാവലായിക്കൊണ്ട് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു കവാടത്തിങ്കിൽ നിൽക്കുകയാണ്. ആ അവസരത്തിലതാ അവിടേക്ക് കടന്നു വരികയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് പ്രവേശിച്ചോട്ടെ? അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴേക്ക് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ശുദ്ധീകരിച്ചൊരു ഭാഗത്ത് ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് അതാ കവാടത്തിന്റെ കാവൽക്കാരനായി നിൽക്കുന്ന അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിച്ചപ്പോ അതാ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാനൊന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചോട്ടെ. അതാ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, ഇതാ ഇന്നയാള് സമ്മതം ചോദിക്കുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദൻഹു, സമ്മതം കൊടുത്തോളൂ. മാത്രമല്ല വബശ്ശിറുഹു, അദ്ദേഹത്തിന് സുവിശേഷം അറിയിക്കൂ, ബിൽ ജന്ന, സ്വർഗമുണ്ട് അദ്ദേഹത്തിനെന്ന്. കേട്ടോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുക്കുന്നു. അതോടൊപ്പം പറയുന്നു അദ്ദേഹത്തിന് സ്വർഗ്ഗക്കാരനാണ്. രണ്ടാമത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിക്കുന്നു. അബൂ മൂസൽ അശ്ശരിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ സമ്മതം കൊടുത്തേക്കൂ. മാത്രമല്ല വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന സന്തോഷവും അദ്ദേഹത്തോട് പറഞ്ഞേക്കൂ. മൂന്നാമത് കയറി വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ സമ്മതമാരായുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, സമ്മതം കൊടുക്കൂ, വബശ്ശിറുഹു ബിൽ ജന്ന, അദ്ദേഹത്തിനും സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കൂ. പക്ഷേ അതിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഒരു വാചകം കൂടി പറയുന്നു, മഹാ ബലാഉൻ യുസീബുഹു, അദ്ദേഹത്തിന് ചില പരീക്ഷണങ്ങൾ ബാധിക്കാനിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങൾ നേരിടാനിരിക്കുന്നു. വമ്പിച്ച പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന് മുസീബത്തുകൾ വരാനിരിക്കുന്നു എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെയും ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത കാലത്തതാ രാജ്യത്തെ കലാപകാരികൾ കുഴപ്പമുണ്ടാക്കുകയാണ്, പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, പല രൂപത്തിലുള്ള നാശങ്ങൾക്കും അവരെ തുടക്കം കുറിക്കുകയാണ്. അവസാനമതാ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ വീട് വളയുകയാണ്. ദാ കുറച്ച് ശത്രുക്കൾ. മാത്രമല്ല, വീട് വളഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മതില് ചാടിക്കിടക്കുന്നു. വാതില് പൂട്ടിയിട്ടുണ്ട്.
വാതില് പൂട്ടപ്പെട്ട നിലയിലാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അകത്തിരിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ ഈ കലാപകാരികളെ നേരിടാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഞാൻ കാരണം രക്തച്ചൊരിച്ചിലുണ്ടായിക്കൂടാ, ഞാൻ കാരണം യുദ്ധമുണ്ടായിക്കൂടാ. എന്റെ നേതാവ് എന്നോട് പ്രവചിച്ച ആ ഒരു ഫിത്നയായിരിക്കും, പരീക്ഷണമായിരിക്കും ഇതെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട അനുചരൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്യവയോധികനായ വൃദ്ധനായ തഖ്വയുടെ നിറകുടമായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു കുഴപ്പത്തിനും പോകാതെ വീട്ടിലടച്ചിരുന്നിട്ട് ഖുർആൻ ഓതുന്നു. ആ സമയത്താണ് ശത്രുക്കൾ വീട് വളയുന്നത്. അവർ വീടിന്റെ മതിൽ ചാടിക്കിടക്കുകയാണ്. അകത്ത് നിന്ന് പൂട്ടപ്പെട്ട വാതിലാണെന്ന് കണ്ടപ്പോ ആ വാതിലിനവർ തീയിടുന്നു. വാതിൽ തീയിട്ട് തകർത്തവർ അകത്തേക്ക് പ്രവേശിക്കുന്നു. അകത്തേക്കങ്ങ് കയറിയിട്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്കിങ്ങ് പിടിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കും താടിക്കും പിടിച്ചിട്ട് കഴുത്തിന് ആഞ്ഞു വെട്ടുന്നു. ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലേക്ക് രക്തം ചീറ്റിക്കൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്നതാ ഷഹീദായി വിട പറയുന്നു. ഹിജ്റ 35 ഒരു ദുൽഹജ്ജ് 18 ായിരുന്നു ആ സംഭവം നടന്നത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് സ്വർഗ്ഗമുണ്ട്, പക്ഷേ കുറച്ച് കൂടുതൽ ഫിത്നയും അതാ മുസീബത്തുമൊക്കെ അദ്ദേഹത്തിന് ബാധിക്കാൻ പോകുന്നു. ആ നിലക്കുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം നേരിടാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ. അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അങ്ങനെ ആളുകൾ കൊന്നു എന്ന് മാത്രമല്ല, അതിന്റെ ശേഷം പിന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാ അതിന്റെ ശേഷം നാലാമതായി അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയാവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഇഷ്ടമായിട്ട് ഖലീഫയായതല്ല. അദ്ദേഹം ഈ ഒരു പ്രത്യേകമായ സന്നിഗ്ധ ഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന നിലക്ക് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരോട് പകരം ചോദിക്കണം എന്ന പ്രശ്നത്തിൽ ആർക്കും തർക്കമില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ തർക്കമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കണം എന്നതിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന് സംശയമില്ല, തർക്കമില്ല. ഒരൊറ്റ സ്വഹാബികൾക്കിടയിലും തർക്കമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് തർക്കമില്ല. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന് തർക്കമില്ല. സുബൈർ റളിയല്ലാഹു അൻഹുവിന് തർക്കമില്ല. എല്ലാവർക്കുടെയും ആവശ്യം ഒന്ന് തന്നെയാണ്. എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞ കലാപകാരികളോട് പകരം വീട്ടണം, അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്നതാണ് സർവ മുസ്ലിമീങ്ങളുടെയും ചിന്ത. ഇതിനിടക്ക് എന്തുണ്ടായി? ഇതിനിടക്ക് ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിൽ നേരിട്ട് പങ്കാളികളായ കക്ഷികൾ അവർക്ക് തോന്നി, മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ചേരിതിരിവുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അവർക്കിടയിൽ ഒരു യുദ്ധമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. ഞങ്ങൾ വധിക്കപ്പെടും, ഞങ്ങൾ പിടിക്കപ്പെടും, ഞങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ ആ കുഴപ്പക്കാരായ ആളുകൾ എന്ത് പണിയെടുത്തു? അവരതാ പല രൂപത്തിലുള്ള ഫിത്നകൾക്കും തിരികൊളുത്തുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ സഹാബാക്കൾക്കിടയിൽ തന്നെ രണ്ട് രൂപത്തിലുള്ള സംഘങ്ങളായി. നിർഭാഗ്യകരം. അങ്ങനെ സംഘങ്ങളുണ്ടായപ്പോ അവരെ തമ്മിൽ യോജിപ്പിക്കാൻ അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇടപെടുകയാണ്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. സുബൈർ റളിയല്ലാഹു അൻഹു ഇടപെടുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഇടപെടുകയാണ്. അങ്ങനെ ആ രൂപത്തിലുള്ള പരസ്പരമുള്ള ഒരു സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയും പുറപ്പെടേണ്ടി വന്നു. പക്ഷേ ആ പ്രത്യേകമായ പുറപ്പെടൽ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കും മനസ്സിലായി ഈ പോക്ക് ഗുണകരമല്ല. അങ്ങനെയാണ് ജമൽ യുദ്ധമുണ്ടാകുന്നത്. ജമൽ എന്ന പേരാ യുദ്ധത്തിന് കിട്ടാൻ കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ
ഒരൊട്ടക കൂടാരത്തിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒട്ടകത്തെ സൂചിപ്പിച്ചുകൊണ്ട് ജമൽ, ആ ഒട്ടകത്തിന്റെ പേരിലാണ് ആ യുദ്ധം അറിയപ്പെടുന്നത്. അങ്ങനെ അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തൽഹാ റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും ഇവരൊന്നിച്ചതാ ഒരു സന്ധി സംഭാഷണം. അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടാൽ അവരുടെ എല്ലാവരുടെയും സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളിലെ ഈ ചേരിതിരിവ് അവസാനിച്ചുകൊണ്ട് അവരൊന്നായിക്കൊള്ളും എന്ന ലക്ഷ്യത്തിന് വേണ്ടി അതാ ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറപ്പെടുകയാണ്. അങ്ങനെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറപ്പെട്ടപ്പോ വഴിക്ക് വെച്ചൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? കുറച്ചങ്ങോട്ട് ദൂരമെത്തിയപ്പോൾ നായ്ക്കള് കുരക്കുന്ന ശബ്ദം കേൾക്കുന്നു. നായ്ക്കൾ ഓരിയിടുന്ന നായ്ക്കൾ കുരക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയും സഹാബത്തും നടന്നു യാത്ര പോകുമ്പോ വഴിക്കൊരു സ്ഥലത്തെത്തിയപ്പോൾ നായ്ക്കൾ കുരക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ അവസരത്തിൽ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഏതാണ് ഈ സ്ഥലം, ഏതാണ് ഈ പ്രദേശമെന്ന് ചോദിക്കുന്നു. അപ്പോൾ കൂടെയുള്ളവർ മറുപടി പറയുന്നു, അൽ ഹൗഅബ്, ഇത് ഹൗഅബ് എന്ന പ്രദേശമാണ്, ഹൗഅബ് എന്ന സ്ഥലമാണിത്. ഇതങ്ങ് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കാതിലേക്കതാ ഇപ്പോൾ കേൾക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം അന്ന് കേട്ടത് ഓർമ്മ വരികയാണ്. ആ ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ മടങ്ങിപ്പോകാൻ വിചാരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ വിചാരിക്കുന്നു. എന്താണ് കാരണമെന്നറിയാമോ? ഫഖദ് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, കൈഫ ബിയഹ്ദാകുന്ന ഇദാ നബഹത്ഹാ കിലാബുൽ ഹൗആബ്, ഹൗആബ് പ്രദേശത്തുള്ള നായ്ക്കള് നിങ്ങളിൽ ഒരുത്തി അവിടുത്തെത്തുമ്പോ കുരക്കുന്നവരെ കാലഘട്ടം വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഒരു ഫിത്നയെ പറ്റി അള്ളാന്റെ റസൂലും പറഞ്ഞിരുന്നു. ഹൗഅബിലെത്തുമ്പോൾ നായ്ക്കൾ കുരക്കുമ്പോൾ നിങ്ങളിൽ ഒരുത്തി അവിടെയുണ്ടാകുന്നതിന്റെ സ്ഥിതി എന്തായിരിക്കും? അതിന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ വല്ലാതെ പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുന്നോട്ടില്ല, ഞാൻ മടങ്ങിപ്പോകാൻ വിചാരിക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. കൂടെയുണ്ടായിരുന്ന സഹാബിമാര് പറഞ്ഞു, ഇപ്പോൾ സാരമില്ല, നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ, അതാ നിങ്ങളെ കണ്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മ, അവരെ കണ്ടാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സുൽഹായിക്കൊള്ളും, അവർക്കിടയിൽ സംഘട്ടനം അവസാനിച്ചുകൊള്ളും. ആ ഉദ്ദേശാർത്ഥം അവർ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു പ്രത്യേകമായ സദുദ്ദേശത്തിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ അവർ യുദ്ധത്തിനൊരുങ്ങി പോയതോ, യുദ്ധം ചെയ്യാൻ ആവേശം കൊണ്ട് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രണാങ്കണത്തിൽ വാളൂരി ചാടി ഇറങ്ങിയതൊന്നുമല്ല. ജമൽ യുദ്ധത്തെയൊക്കെ പറയുമ്പോൾ പലരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പലതും പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് പലപ്പോഴും അതാ ഒരുപാട് രൂപത്തിൽ ശിയാക്കളുടെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശപ്പെടുത്താനും അങ്ങനെ പലരെ സംബന്ധിച്ചും മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടി ചരിത്രത്തിൽ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അന്ധമായി അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ ഈ എഴുതിപ്പിടിപ്പിച്ച പലർക്കും അബദ്ധങ്ങൾ വന്നുപോയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ സഹാബത്താരും പരസ്പരം പോരാടാനും യുദ്ധത്തിനും വേണ്ടി മോഹിച്ചിറങ്ങിയതായിരുന്നില്ല. ചുരുക്കി പറയട്ടെ, അവർക്കിടയിൽ സംഘട്ടനമുണ്ടായി. അവസാനം എന്തുണ്ടായി? പലപ്പോഴും പിന്നീട് ആ സംഘട്ടനത്തിൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. ഒരുപാട് ആളുകൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ പരസ്പരം കഴുത്തറക്കപ്പെടുകയാണ്. അങ്ങനെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരേ കാര്യമാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. ഈ രണ്ടു കൂട്ടർക്കും ഉദ്ദേശം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ വെറുതെ വിട്ടുകൂടാ, ആ കുഴപ്പക്കാരെ പിടിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തിന്മേൽ തന്നെയാണ് രണ്ടു കൂട്ടരും. പക്ഷേ അവർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂല് പ്രവചിച്ചതുപോലെ സംഘട്ടനം നടക്കുന്നു, യുദ്ധം നടക്കുന്നു. അങ്ങനെ ഹിജറ 36
ജമാദുൽ അവ്വലിൽ അവർ അവസാന ദിവസം ജമൽ യുദ്ധം സംഭവിച്ചു. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. ഐഷ റളിയല്ലാഹു തആല അൻഹയും അലിയും തമ്മിലായിരുന്നു യുദ്ധമെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന് ഐഷ ബീവിയോട് വല്ലതും അങ്ങോട്ട് വിരോധമുണ്ടോ, ഇങ്ങോട്ടുണ്ടോ? ഇല്ല. മഹദിയായ ഐഷ റളിയല്ലാഹു തആല അൻഹ ഇരുന്നിരുന്ന ഒട്ടകത്തിന്റെ ആ കൂടാരത്തിൽ നിന്നവർ മറിഞ്ഞു വീണപ്പോൾ അവരെ ആങ്ങളയുടെ കൂടെ മദീനയിലേക്ക് എത്താൻ വേണ്ട രൂപത്തിലുള്ള സർവ്വ ശുശ്രൂഷകളും സേവനങ്ങളും ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുകയാണ്. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ്. മാത്രമല്ല ഐഷ റളിയല്ലാഹു തആല അൻഹ മദീനയിൽ തിരിച്ചെത്തിയിട്ട് ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഓർക്കുമ്പോ അവരുടെ മക്കനെ നനഞ്ഞു കുതിരുവോളം അവർ കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു അനിഷ്ടകരമായ ഒരു സംഭവം, അതാ രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അത് സംഭവിച്ചു. അത് ജമൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹിജ്റ 36. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടും തീർന്നില്ല. നാശം പിന്നെയും ലോകത്തുണ്ടാവുകയായി, പിന്നെയും കുഴപ്പങ്ങളുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് തന്നെ അതാ അപ്പോഴേക്ക് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ, രണ്ടും സഹാബിമാരാണ്, ആ പ്രശ്നം അവിടെയും പിന്നെ അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ, ആ രണ്ട് സംഘങ്ങൾ തമ്മിൽ സിഫീൻ എന്ന് പറയുന്ന സ്ഥലത്തും ഏറ്റുമുട്ടുകയാണ്. സിഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റ 37 അഥവാ ജമൽ യുദ്ധം നടന്നതിന്റെ പിറ്റേ വർഷം ഹിജ്റ 37 സഫർ മാസത്തിലതാ രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പരം ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തുകയാണ്. ആ രൂപത്തിലുള്ള ഒരു സംഘട്ടനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴേക്കതാ അവർക്കിടയിൽ മധ്യസ്ഥ തീരുമാനം എടുക്കാനുള്ള തീരുമാനമായി. ഒരു മധ്യസ്ഥനെ ഏൽപ്പിക്കാം. ആ തീരുമാനത്തെ അതാ അപ്പോഴേക്കൊരു കക്ഷി, അതാ ഖവാരിജുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു കക്ഷി, അവരതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിൽ നിന്ന് വേറിട്ട് പോവുകയാണ്. അവരവിടെ നിന്ന് പോയിട്ട് കൂഫക്കടുത്ത ഹറൂറ എന്ന് പറയുന്ന സ്ഥലത്ത് സമ്മേളിച്ചു. അവര് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുമുള്ള ഈ തർക്കമതാ മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കാൻ പാടില്ല. കാരണം അല്ലാഹുക്കല്ലാതെ വിധിക്കാൻ അധികാരമില്ല. ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, വിധികർത്തൃത്വം അല്ലാഹുക്ക് മാത്രമാണ്. അതെങ്ങനെയാണ് മുസ്ലിമീങ്ങളിലെ രണ്ടാളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക? വ്യക്തികളല്ല വിധിക്കേണ്ടത്, അല്ലാഹയാണ് വിധിക്കേണ്ടത്. അതുകൊണ്ട് വിധിക്കാൻ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അലിയാരും പഴച്ചുപോയി, മുആവിയയും പഴച്ചുപോയി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെയൊക്കെ കാഫിറുകളാണെന്ന് മുദ്രകുത്തുന്ന നിലക്ക് അതാ ഖവാരിജ് എന്ന് പറയുന്ന ഹറൂരിയത്ത് എന്നും അറിയപ്പെടുന്ന ഒരു കക്ഷി അതാ ഉടലെടുക്കുകയായി. അവര് രംഗത്ത് വന്നു. വന്നിട്ട് എന്താ പറഞ്ഞത്? വിധിക്കാൻ അധികാരം അല്ലാഹുവിനാണ്. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു അറിയോ? കലിമത്തു ഹഖ്, പറഞ്ഞത് നേരാ, പറഞ്ഞത് സത്യ, വിധിക്കേണ്ടത് അല്ലാഹു തന്നെയാണ്. പക്ഷേ ഉരീദ ബിഹാ ബാത്തിൽ, പറഞ്ഞോന്റെ ഉദ്ദേശം ശരിയല്ല. പറഞ്ഞത് സത്യമാണ്, പക്ഷേ ബാത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അവനത് പറയുന്നത് നല്ലതിനല്ല, അക്കച്ചി അത് പറയുന്നത് നല്ലതിനല്ല. ഈ പ്രശ്നം ഇവിടെ കൃത്യമായ നിലയ്ക്ക് ഖുർആൻ കൊണ്ടുള്ള തീരുമാനം നടക്കുമ്പോ അതിനെതിരെ നിന്നുകൊണ്ടതാ കുഴപ്പമുണ്ടാക്കാനുള്ള ഈ കക്ഷികളുടെ ശ്രമമാണെന്ന് അതാ അവർക്കൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ടാകുന്നത്. ഖവാരിജുകൾ ഇവരൊക്കെ കാഫിറാക്കി. അലി റളിയല്ലാഹു അൻഹു കാഫിർ, മുആവിയ കാഫിർ, എല്ലാവരും കാഫിർ, ഇവരിന് മാത്രം മുസ്ലിമീങ്ങൾ. അവർക്കാണ് പ്രശ്നം. അവരെല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതാ ഖവാരിജുകൾ ഒക്കെ മശ്രിഖിൽ നിന്നാണ് ഉത്ഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിയ കൃത്യമായ മശ്രിഖിൽ നിന്ന്, അവിടെ നിന്നാണ് ഇവരുടെയൊക്കെ ഉത്ഭവം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കക്ഷികളുടെ വരവിനെ സംബന്ധിച്ചും മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കക്ഷി മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പറയാൻ ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്.
അത് വളരെ കൃത്യമായി തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാനും സാധിക്കും. എന്താണ് ആ കാര്യമെന്നോ? അതാ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയാ ഒരു സ്ഥലത്ത്. വഹുവ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുകയാണ്? അതാ സ്വത്ത് ഓഹരി വെക്കുകയാണ്. അതാ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സമരാർജിത സമ്പത്തും അതുപോലെയുള്ള പൊതുമുതലിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് നൽകാൻ വേണ്ടി അത് വീതിച്ചു കൊടുക്കുന്ന നേരത്ത് ദുൽഖുവൈസിറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടേക്ക് കയറി വരികയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം എന്ന് അള്ളാന്റെ റസൂലിനോട് ഒരാൾ നീതി തുടങ്ങി, നീതി പാലിക്കണം. നിങ്ങൾ ഓഹരി വെച്ചത് നീതിയായിട്ടില്ല. നിങ്ങൾ ഓഹരി വെക്കുന്ന പക്ഷപാതിത്വം കാണിക്കുന്നു. നിങ്ങൾ ഓഹരി വെക്കുന്നതിൽ നീതി പാലിച്ചിട്ടില്ല. അള്ളാന്റെ റസൂലിനോട് ഇയാളിത് പറയാണ്. ആ അവസരത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്നു, വൈലക് വമൻ യഅദിൽ ലിദാലം അഅദിൽ വമൻ യഅദിൽ ലിദാലം അഅദിൽ, നിനക്ക് നാശം. വമൻ യഅദിൽ ലിദാലം അഅദിൽ, ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്ത് നീതി കാണിക്കുക? ഞാൻ നീതി പാലിക്കുന്നില്ലെന്നോ? നീതിയുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കാനാ? ഇതങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്ത്? ഇദൻ ലീ ഫീഹി ഫഅദ്രിബു നഖഹു, നബിയേ അങ്ങൊന്ന് അനുവാദം തരൂ, അവന്റെ പെരടി ഞാൻ വെട്ടട്ടെ. നിങ്ങളൊരു സമ്മതം തന്നാൽ മതി, അവനൊപ്പം ഞാൻ കൊല്ലാനെ. നിങ്ങളോട് നീതി പാലിക്കാൻ പറയും, അവനെ ഞാൻ ഇപ്പൊ കൊല്ലട്ടെ, ഞാൻ അവനെ, അവന്റെ പെരടി ഞാൻ വെട്ടട്ടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ മറുപടി നടത്തിയത്? കൊന്നോളൂ എന്നല്ല, ദഅഹു, അവനെ വിട്ടേക്കൂ. ഫഇന്ന ലഹു വസഹാബാ, അവന് ചില അനുയായികളുണ്ട്. യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം, നിങ്ങളിൽ ഒരാളുടെ നിസ്കാരം അവരുടെ നിസ്കാരം അപേക്ഷിച്ച് നോക്കുമ്പോ വളരെ കുറവായിരിക്കും. ഒരുപാട് നിസ്കരിക്കുന്ന പാർട്ടിക്കാരാണവര്, ഒരുപാട് നോമ്പെടുക്കുന്ന കക്ഷികളാണവർ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, യഖ്റഊനൽ ഖുർആൻ, അവര് ഖുർആൻ ഓതുന്നതാണ്. പക്ഷേ ലാ യുജാവിസു തറാഖീഹിം, അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴോട്ടിറങ്ങൂല. നിസ്കാരവും നോമ്പും ഖുർആനൊക്കെ ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവില്ല. യംറുഖൂന മിനൽ ഇസ്ലാമി, ഇസ്ലാമിൽ നിന്ന് ഈ കക്ഷികൾ തെറിച്ചു പോകുന്നതാണ്. കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അയ്യപ്പെട്ട അമ്പ് ആ വേട്ടമൃഗത്തെയും തുളച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കുന്നത് പോലെ ഈ കക്ഷികൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നതാണ്. എന്നിട്ട് അവരുടെ നേതാവിന്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ലക്ഷണങ്ങളെ ആളെ സംബന്ധിച്ച് പറയുന്നു. എന്നിട്ട് നോക്കൂ, ഇതേ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅശ്ഹദു അന്നീ സമീഅതു ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാനിത് കേട്ടതാണ്, ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു. അതേ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ജീവിക്കാൻ അവസരം കിട്ടിയ സഹാബിയാണ്. ആ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വഅശ്ഹദു അന്ന അലി ഇബ്നു അബീ ത്വാലിബ് ഖാതലഹും വഅന മഅഹു, അതാ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തതാ ഈ കക്ഷികൾ രംഗത്ത് വന്നപ്പോ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പോരാടി, അവരോട് യുദ്ധം ചെയ്തു. അതിന് ഞാൻ സാക്ഷിയാണ്. വഅന മഅഹു, അലിയാരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ നേതാവിനെ പിടികൂടിയപ്പോൾ അയാളെ കൊണ്ടുവരപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ആളെ കൊണ്ടുവരപ്പെട്ടു. ഹത്താ നദർതു ഇലൈഹി, ഞാൻ അയാളെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിവരിച്ച സർവ്വലക്ഷണങ്ങളും അയാളിൽ കാണുന്നു. അയാളിലതാ എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ ഖവാരിജുകളുടെ രംഗപ്രവേശം
പ്രവേശമുണ്ടായി. അങ്ങനെ അവര് ഈ സമൂഹത്തിൽ ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കി, ഒരുപാട് നാശങ്ങൾ അവരുണ്ടാക്കി, അവര് ഒരുപാട് വാദങ്ങൾ അവർ ഈ സമൂഹത്തിൽ പുറപ്പെടുവിച്ചു. അങ്ങനെ അവരും ഈ ലോകത്ത് ഫിത്നകൾക്ക് തുടക്കം കുറിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ അവരിലൂടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോക ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കൊട്ടേറെ ഈ രൂപത്തിലുള്ള സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തേത് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ മറ്റൊരു പ്രവചനം അതെന്താണ്? നുബുവത്ത് വാദിക്കുന്ന കള്ളന്മാര് രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂൻ ഖരീബുൻ മിൻ 30 കുല്ലുൻ യസുമു അന്നഹു റസൂലുള്ളാഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, 30ഓളം പെരുങ്കള്ളം പറയുന്ന ദജ്ജാലുകൾ രംഗത്ത് വരുന്നത് വരെ, 30ഓളം പെരുങ്കള്ളം പറയുന്ന പെരുങ്കള്ളന്മാര്, 30ഓളം കള്ളന്മാര്, ദജ്ജാലുകള് രംഗത്ത് വരുന്നത് വരെ അന്ത്യനാള് സംഭവിക്കൂല. ഇവരുടെ പ്രത്യേകത എന്താണ്? കുല്ലുൻ യസുമു, എല്ലാവരും വാദിക്കുന്നതാണ്, അന്നഹു റസൂലുള്ളാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന്. നുബുവത്ത് വാദിക്കുന്ന, നബിത്വവാദവുമായിക്കൊണ്ട്, പ്രവാചകത്വവാദവുമായിക്കൊണ്ട് ധാരാളം കക്ഷികൾ രംഗത്ത് വരും, ആളുകൾ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു പോയി. നിങ്ങൾ നോക്കൂ, ഇനിയും അവിടുത്തെ വചനങ്ങളിൽ കാണാം. ഈ റിപ്പോർട്ട് ബുഖാരിയിലാണുള്ളതെങ്കിൽ ഇനി മുസ്ലിമിലെ റിപ്പോർട്ട് കേൾപ്പിക്കട്ടെ. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നഹു സയകൂന ഫീ ഉമ്മത്തി كذابون 30 كلهم يزعم أنه نبي وأنا خاتم الأنبياء لا نبي بعدي. എന്റെ ഉമ്മത്തിൽ നിന്ന്, എന്റെ സമുദായത്തിൽ നിന്ന് വരാൻ പോകുന്നു 30ഓളം പേരും കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. എല്ലാവരും വാദിക്കും അവൻ നബിയാണെന്ന്. അറിഞ്ഞോളൂ മുസ്ലിമീങ്ങളെ, ഏത് കള്ളൻ രംഗത്ത് വന്നാലും, ഏതവൻ നബിയാണെന്ന് പറഞ്ഞാലും വിശ്വസിച്ചു പോകണ്ട. കാരണം അന ഖാതമുൽ അംബിയാ, ഞാൻ അംബിയാക്കളുടെ അവസാനത്തെ ആളാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയെ വരാനില്ല. അല്ലാഹുവിന്റെ റസൂൽ അന്ത്യപ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് ശേഷം ഒരു നബി വരാനില്ല. ആര് നബിത്വവാദവുമായിട്ട് വന്നാൽ അവൻ ദജ്ജാലാണ്, കദ്ദാബാണ്, പെരുങ്കള്ളനാണ്, ചതിയനാണ്, വഞ്ചകനാണ്. അവിടുന്ന് പ്രവചിച്ചു. ഇനിയും നോക്കൂ, കുറച്ചുകൂടി വിശദീകരണം മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫീ ഉമ്മത്തി കദ്ദാബൂന വദജ്ജാലൂന 27 മിൻഹും 4 നിസ്വാ വഅന്നി ഖാതമുൻ നബിയ്യിന ലാ നബിയ ബഅദി. എന്റെ ഉമ്മത്തിലതാ പെരുങ്കള്ളം വാദിക്കുന്ന ദജ്ജാലുകൾ രംഗത്ത് വരാനിരിക്കുന്നു. 27 എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. 27ഓളം എന്നാണ് ആ ഹദീസിൽ കാണുന്നത്. മിൻഹും 4 നിസ്വാ, അതിൽ 4 പെണ്ണുങ്ങളാണ് നബിച്ചികളായിട്ട് രംഗത്ത് വരുന്നു. നബിത്വവാദവുമായിട്ട് രംഗത്ത് വരുന്നതിൽ 4 വനിതകളുമുണ്ട്. അവർക്കും സംവരണം വേണമല്ലോ, അവർക്കും മോശക്കാരല്ല, അവരിലുമുണ്ട് 4 ആളുകൾ. മാത്രമല്ല, എന്നിട്ട് അവിടുന്ന് പറയുന്നു, വഇന്നീ ഖാതമുൻ നബിയ്യീൻ, ഞാൻ പ്രവാചകന്മാരുടെ അവസാനത്തെ ആളാണ്, അന്ത്യം കുറിച്ചു കൊണ്ടുവന്നയാളാണ്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനമതാ അക്ഷരാർത്ഥത്തിൽ പുലരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ തുടക്കം കുറിച്ചുപോയി. അവിടുന്ന് പറഞ്ഞ് പ്രവചനം നടത്തുമ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ രംഗത്ത് വരുന്നു ഒരുത്തൻ, മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്നവൻ ഞാൻ നബിയാണെന്ന് വാദിച്ചു.
സ്വഹാബാക്കദാ അവന്റെ ശല്യം കൂടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അതാ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ഏറ്റവും വലിയ ശല്യം രൂക്ഷമാവുകയാണ്. ആ ഘട്ടത്തിൽ അതാ യമാമയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വമ്പിച്ച സൈന്യമിതാ ഇവന്റെ വലിയ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്നു. യമാമയിൽ വെച്ച് ഇവന്റെ കഥ കഴിക്കുന്നു. അവരെ നശിപ്പിച്ചു. അങ്ങനെ മുസൈലിമത്ത് അങ്ങനെ വാദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. യമാമയിൽ വെച്ചവനോട് പോരാടിയിട്ടവരെ തകർത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ഖലീഫ. മാത്രമല്ല പിന്നീടതാ യമനിൽ നിന്ന് മറ്റൊരാൾ രംഗത്ത് വരുന്നു. അസ്വദുൽ അനസി എന്നാണ് അയാളുടെ പേര്. അയാളും പറഞ്ഞു ഞാനും നബിയാണെന്ന്. നബിത്വവാദവുമായി ലോകത്തൊരുപാട് കള്ളന്മാര് വന്നിട്ടുണ്ട്. പക്ഷേ അത് 30-40 ഒന്നുമല്ല. പിന്നെ എന്താ ഈ പ്രവചനത്തിന്റെ അർത്ഥം? അങ്ങനെ പലരും ഭ്രാന്തന്മാർ ായിട്ട് വാദിച്ച് നടന്നവരുണ്ട്. അനുയായികളെ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയുള്ള ഒരു 10-30ഓളം കക്ഷികൾക്ക് ലോകത്ത് അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ദലാലത്തിൽ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പഴപ്പിക്കാൻ അവർ കാരണമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് ചരിത്രം ഓർമ്മപ്പെടുത്തി തരുന്നത്. അപ്പോ അസ്വദുൽ അനസി അവനെയും സഹാബത്ത് കൊന്നു. അവനെയും സഹാബത്ത് വകവരുത്തിയിട്ടുണ്ട്. അതാ പിന്നീട് തുലൈഹത്ത് ബിൻ ഖുവൈലിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബിയാണെന്ന് വാദിച്ചു വന്നു. പക്ഷേ അധികം നീണ്ടു നിന്നില്ല. അദ്ദേഹം തൗബ ചെയ്ത് പെട്ടെന്ന് മുസ്ലിമായി രക്ഷപ്പെട്ടു. അതേ അവസരത്തിൽ അതാ സജാഹുൽ കാഹിന, അതാ മറ്റൊരു സജാഹ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, അവൾ നുബുവത്ത് വാദിക്കുകയുണ്ടായി. നുബുവത്ത് വാദിച്ചു മാത്രല്ല, അവളെ അന്ന് മുസൈലിമത്ത് മുമ്പ് കല്യാണവും കഴിച്ചിരുന്നു. നല്ല ചേർച്ച തന്നെ. അതാ നബിയും നബിച്ചിയും തമ്മിൽ കല്യാണമാണ്. പിന്നീട് മുസൈലിമയുടെ കാലം കഴിഞ്ഞപ്പോ ഇവളാ വാദത്തിൽ നിന്ന് പിന്മാറി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ സഹാബാ കാലത്ത് ഇത്രയുമുണ്ടായി. ഇനി താബീങ്ങളുടെ കാലത്തതാ മുഖ്താറുസ് സഖഫി എന്ന പേരിലുള്ള ഒരു മനുഷ്യൻ നബിയായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ഇവരൊന്നും അത്ര അറിയപ്പെട്ടവരല്ല. പിന്നെ ഇതാ ഒരു നൂറ്റാണ്ട് മുമ്പെടുത്തു നോക്കുകയാണെങ്കിൽ ഇറാനിൽ ഹിജ്റ 1233, അതാ എത്രയോ സംവത്സരങ്ങൾക്ക്, അതാ ഇന്നത്തെ 1-2 ഇന്നിപ്പോ 1400 ചില്ലാനമായി. 1430 കഴിഞ്ഞല്ലോ, 31-ലല്ലേ നാമുള്ളത്. അപ്പൊ ഒരു 10-200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറാനിലതാ ഒരു മിർസ അബ്ബാസ് ഉണ്ടായി. അയാൾ ഇറാനിലെ ടെഹ്റാനിലാണ് ജനിച്ചത്. ഇന്നത്തെ ടെഹ്റാൻ ഇറാനിന്റെ ആ ടെഹ്റാനിലാണ് അയാൾ രംഗത്ത് വന്നത്. അയാളും നബിയായി വാദിച്ചവനാണ്. അതുപോലെ തന്നെ 1985 കൊല്ലപ്പെട്ട സുഡാനിലെ മുഹമ്മദ് ത്വാഹ എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ നബിയാണെന്ന് വാദിച്ചവനാണ്. അതുപോലെ തന്നെ ബഹാഉള്ള വാദിച്ചവനാണ്. അതുകൊണ്ട് ലോകത്തുനിന്ന് ബഹായിസം കാണാനുണ്ട്. ബഹായികൾ എന്നൊരു പാർട്ടിയെ കേൾക്കാനുണ്ട്. അതാ മോശമില്ലല്ലോ ഇന്ത്യ രാജ്യവും. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ബട്ടാല താലൂക്കിൽപ്പെട്ട ഖാദിയാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലും ഒരുത്തൻ വന്നു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ല, അതിലെ ബട്ടാല താലൂക്കിലെ ഖാദിയാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അവനും രംഗത്ത് വന്നു. ഗുലാം മുർത്തസയുടെയും ചിറാഗ് ബീവിയുടെയും മകനായി ജനിച്ചു. അവൻ എന്നാ ജനിച്ചതെന്ന് കൃത്യ കണക്കില്ല. ഏതാണ്ട് 1835 പറയപ്പെടുന്നു. 1908 അവന്റെ ജീവൻ പോയി. 1908 അവന്റെ ജീവൻ പോയി. ലാഹോറിൽ വെച്ചാണ് ജീവൻ പോയത്. കബറടക്കിയത് ഖാദിയാനില്. അതെന്നെ വലിയൊരു കാര്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അമ്പിയാക്കന്മാരൊക്കെ മരിച്ചിടത്താണ് അവരുടെ കബറെടുക്കുക. ലാഹോറിൽ വെച്ചിട്ട് ജീവൻ പോയ എന്നായി ഖാദിയാനിലാണ് പിന്നെ കുഴിച്ചിടപ്പെട്ടത്. എന്തായിരുന്നാലും ഇന്നും ഖാദിയാനികൾ അവർക്കിന്ന് ലോകത്ത് പല രൂപത്തിലുള്ള ഫിത്നകൾ അവരുണ്ടാക്കുന്നുണ്ട്. ആ രൂപത്തിൽ പഞ്ചാബിലെ ആ പ്രദേശത്ത് ജനിച്ച ഈ മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അയാളും പറയുന്നത് ഞാൻ നബിയാണ്. എത്രയാണ് അവരായത്ത് ദുർവ്യാഖ്യാനം ചെയ്തത്. ഖുർആനിലിന്റെ പേരുണ്ട് എന്നാണ്. യതീമുൻ ബൈദിസ്മുഹു അഹ്മദ്, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്നാണ്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞതാ. ഇവനങ്ങടെ ഏറ്റെടുക്കാൻ 8 മമ്മൂഞ്ഞല്ലേ എല്ലാം ഏറ്റെടുക്കും മൂപ്പര് ഓരോന്നും. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ അവനുണ്ട് എന്ന് പറഞ്ഞു. അവസാനവൻ വാദിച്ചു ഞാനിതാ ഈ അവസാന കാലഘട്ടത്തിൽ വരാൻ അവതരിക്കാനിരിക്കുന്ന ഇന്നയാളാണ് മറ്റേയാളാണ് എന്നൊക്കെ പറഞ്ഞു.
ആ ഈസ ഇബ്നു മറിയം എന്ന് പറയുന്നത് ഞാനാണ്, മറ്റേ ഈസാ നബി മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ഖബർ കാശ്മീരിലാണ്, അദ്ദേഹം ഇനി വരൂല, ഇനി വരാൻ പോണ ഇബ്നു മറിയം എന്ന് പറയുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. ഏതായാലും ഇത്രത്തോളമുള്ള കള്ളന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പ്രവചിച്ചു, ഫഇന്നഹു വല്ലാഹ് ലാ തഖൂമുസ് സാഅ ഹത്താ യഖ്റുജ 30 കസ്സാബ ആഖിറുഹുൽ അഅ്വറുൽ കസ്സാബ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നബിത്വവാദവുമായി കൊണ്ട് പെരുങ്കള്ളന്മാര് 10-30 പുറപ്പെടുവോളം ലോകം അവസാനിക്കുകയില്ല. ആഖിറുഹുൽ അഅ്വറുൽ കസ്സാബ്. ഈ സകല ദജ്ജാലീങ്ങളുടെയും നേതാവായിക്കൊണ്ട് അവസാനം വരാൻ പോകുന്നവൻ ആ ഒറ്റക്കണ്ണനായ പെരുങ്കള്ളനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വലിയ ദജ്ജാൽ. ബിൻ മസീഹി ദജ്ജാൽ നമ്മൾ കാവൽ ചോദിക്കുന്ന, നമുക്ക് അന്ത്യനാളിന്റെ അവസാനകാല ലക്ഷണമായി കൊണ്ട് വിശദീകരിക്കാനുള്ള മസീഹു ദജ്ജാൽ. അപ്പൊ ഈ രൂപത്തിൽ ലോകത്ത് നബിത്വവാദവുമായി കൊണ്ട് കള്ളന്മാർ രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. അതൊന്നും നടക്കാതെ ലോകാവസാനം ഉണ്ടാകില്ലെന്ന് അവിടുന്ന് പറഞ്ഞു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും നടന്നു, ഇതും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. എന്നിട്ടേ ലോകാവസാനമുള്ളൂ. ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് നാം കേൾക്കുമ്പോ, നമ്മൾ മനസ്സിലാക്കുമ്പോ, ചിന്തിക്കുമ്പോ നമ്മുടെ ഈമാൻ കൂടുകയാണ്. ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതെല്ലാം പുലരുകയാണ്. ഇനിയെല്ലാം സംഭവിക്കുന്നു, കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. മരണാനന്തര ജീവിതം, ഖബർ, മഹ്ശർ, സിറാത്ത്, സ്വർഗം, നരകം എല്ലാം നാഥാ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നല്ല രൂപത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് മാറണ്ടേ എന്ന ചിന്തക്ക് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് കരുത്ത് പകരണം എന്നാണ് എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അർഹമർ റഹീമീനായ നാഥൻ എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും രക്ഷ നൽകുകയും അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.